ഈ സീസണിലെ ഏറ്റവും നല്ല ചങ്കും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഷാനവാസും അനീഷും അല്ല, പകരം അത് അക്ബറും അപ്പാനിയുമാണ്. ഇനിയുണ്ട് രണ്ടുപേരും കൂടെ വരാനായിട്ട്, ഒനീലും അഭിയും. എനിക്കും ഇവരുടെ രണ്ടുപേരുടെയും ഈ ഒരു രണ്ട് കപ്പിൾസിന്റെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അപ്പാനി ശരിക്കും പറഞ്ഞാൽ പുറത്ത് ഒരുപാട് ബിഗ് ബോസ് ഹൗസിനകത്ത് അപ്പാനി നിൽക്കുന്ന സമയത്ത് തന്നെ അപ്പാനിയെ കുറേ പേര് പുറത്ത് ഒരുപാടധികം ഹേറ്റ് ചെയ്യിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ എന്തുകൊണ്ടോ ഇപ്പൊ എന്തായാലും അപ്പാനി ഒരുപാട് ഒതുങ്ങിയാണ് പെരുമാറുന്നത്. അപ്പാനി ഭയങ്കര കോൺഷ്യസ് ആണ്. നല്ല കാര്യം. ഒരു വ്യക്തിക്ക് നമുക്ക് എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ടോ എല്ലാ നെഗറ്റീവ്സും നമ്മളങ്ങ് ഭയങ്കര ജെനുവിൻ ആയിട്ട് റിയൽ ആയിട്ട് ഞാൻ ഇങ്ങനെയാ എല്ലായിടത്തും ഇങ്ങനെയാ എന്ന് പറഞ്ഞു നിൽക്കാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ ഒരു ക്യാമറ ഓണാക്കി ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് വേറെ കുറേ സ്വഭാവങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഒതുങ്ങിയേ ഇതിങ്ങനെ സംസാരിക്കാൻ പാടുള്ളൂ, അല്ലാതെ റിയൽ ആയിട്ട് സംസാരിക്കാൻ കാര്യമില്ല. അത് ആ ഒരു പരിപാടി അവകാശപ്പെടുമ്പോൾ ഇപ്പം അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോൾ ആ ബിഗ് ബോസ് ഹൗസിനകത്ത് ആദ്യമൊക്കെ എങ്ങനെ നിന്നോ അതിൽ നിന്ന് മാറേണ്ടി വന്നു. അതേപോലെ അപ്പാനിയെ സംബന്ധിച്ചിടത്തോളം അപ്പാനി കുറെ എക്സ്പെക്ട് ചെയ്ത് വന്നതാണ്, ഇങ്ങനെയൊക്കെ പെരുമാറണം എന്ന് കരുതി വന്നതാണ്. കുറച്ച് മാസ് ഡയലോഗ് പറയണം. അത് അപ്പാനി ഇന്ന് റിവീൽ ചെയ്യുന്നുണ്ട് എന്തായിരുന്നു പുറത്ത് സംഭവിച്ചെന്നുള്ളത്. അതിനെക്കുറിച്ചുള്ള ലൈവിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് പറയാം. അതിന് മുന്നേ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സംഭവം എന്ന് വെച്ചാൽ അക്ബറും അപ്പാനിയും കൂടെ ഊഞ്ഞാലാടി കാര്യം പറയുകയാണ്. അപ്പൊ ഈ എവിക്ഷൻ എന്ന് പറയുന്നത് അപ്പാനിയെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാനേ വയ്യ. കാരണം അനുമോളുടെ PR ആണ് അപ്പാനിയുടെ PR എന്ന് നമ്മൾ പലതവണ ഈ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് ഇവരൊക്കെ തന്നെ പറയുന്നത് കേട്ടിരുന്നു. അതായത് നമുക്കിപ്പോ അനുമോളുടെ PR എന്ന് പറയുമ്പോൾ തന്നെ ഒരു പയ്യന്റെ മുഖം ഓർമ്മ വരും, ഒരു വിനു അങ്ങനെ എന്തോ ഒരു പയ്യനുണ്ടല്ലോ. ആ പുള്ളിക്കാരൻ അവരുടെ ആ ഒരു ടീം അല്ലെങ്കിൽ അവൻ തന്നെ ആയിരുന്നിരിക്കാം ഈ പറയുന്ന അപ്പാനിക്കും പൈസയൊക്കെ കൊടുത്ത് അപ്പാനി സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പാനി അത് എടുത്തു പറയുന്നുണ്ട്. ഒരു തരത്തിലും ഈ പറയുന്ന PR എന്ന് പറയുന്നത് വോട്ട് മറിക്കാനോ അല്ലെങ്കിൽ എനിക്ക് ഇത്ര വോട്ട് കിട്ടി ഞാൻ ഇത്ര ആഴ്ച 3 ആഴ്ച എന്നല്ല 5 ആഴ്ച 10 ആഴ്ച എന്നൊന്നും പറഞ്ഞല്ല. അതൊന്നും അല്ല PR. പകരം നമ്മൾ അവിടെ പറയുന്ന നല്ല നല്ല കാര്യങ്ങൾ ക്ലിപ്പുകളൊക്കെ കട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്ത് അതുപോലെ വോട്ടൊക്കെ അഭ്യർത്ഥിക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ ചെയ്യാനും കുറെ പോസ്റ്റേഴ്സ് ചെയ്യാനും, ഇതാണ് സത്യത്തിലുള്ള PR. ഇത് എല്ലാ വ്യക്തികൾക്കും വേണം. ഇപ്പം ഏഷ്യാനെറ്റ് തന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയ്ക്ക് അതൊരു പ്രൊമോഷൻ, അതാണ് ആ ഒരു PR-ന്റെ ഒരു ഗുണം. ആ പ്രൊമോഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്? അവര് കുറെ അധികം ട്രോൾ വീഡിയോസ് ഉണ്ടാക്കും. അത് എന്ത് വേദനിപ്പിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിലും അതിനകത്ത് അവര് ഒരു BGM ഒക്കെ കൊടുത്ത് ഭയങ്കര ഫണ്ണാക്കണമെങ്കിൽ ഫണ്ണാക്കും, തമാശയാക്കണമെങ്കിൽ തമാശയാക്കും.